തിയേറ്ററുകളിൽ ആ ഒരു സമയത്ത് പാട്ട് കേൾക്കാൻ മാത്രമായി ആളുകൾ പോകുന്നു. ഒരു തിയേറ്ററിന് മുന്നിൽ ആളുകൾ ഒരു പാട്ട് കേട്ട് തുള്ളുന്നു. ആ ഒരു ഗാനം ലജ്ജാവതിയായിരുന്നു. അന്ന് ഇത്രയും പോപ്പുലാരിറ്റി പ്രതീക്ഷിച്ചിരുന്നു? കാരണം ഇന്നും റീൽസുകളിൽ അടക്കം അത് ആവർത്തിക്കപ്പെടുകയാണ് ആ ഒരു ഹിറ്റ്. ഇന്ന് ആക്ച്വലി ഈ എന്താണ് ഇൻസ്റ്റയും ഇതിലൊക്കെ ഞങ്ങൾക്കെല്ലാം ഒരു എന്താണ് ഒരു പുതിയൊരു എന്താണ് ഒരു സർവൈവലാണ്, പുതിയൊരു മോഡാണ്. ആക്ച്വലി അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് പാട്ടുകൾ വീണ്ടും നമുക്കിങ്ങനെ എന്താണ് നമുക്കൊക്കെ അതൊരു ബൂസ്റ്റപ്പായിട്ട് ഇപ്പോഴും വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ സന്തോഷമാണ്. ആ സമയത്ത് ആക്ച്വലി സാറിൻ്റെ ഓഡിയോകൾക്ക്, ജയരാജ് സാറിൻ്റെ ഓഡിയോകൾക്കെല്ലാം ഒരു എന്താണ് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സമയമാണ്. അത് ഒരു വിധം ഞങ്ങളെ എന്താണ് സഹായിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധിക്ക് മുകളിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കൈതപ്പുറം സാറിന്റെ കയ്യിൽ നിന്നാണ് അങ്ങ് ലജ്ജാവതി പോലുള്ള പാട്ടുകൾ പിറക്കുന്നത്. അതെ അതെ, പ്രമദവനവും എന്താണ് അങ്ങനത്തെ പാട്ടുകൾ ദേശാടനമൊക്കെ ചെയ്തതിന് ശേഷം ആക്ച്വലി ഫാസ്റ്റ് നമ്പേഴ്സ് അദ്ദേഹത്തിന് ഒത്തിരി കോമ്പിനേഷനിൽ കൈതപ്പുറം സാറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു യങ്ങായിട്ടും ചിന്തിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ എന്താണ് റിതമിക്കായിട്ടുള്ള പാട്ടുകൾക്ക് അങ്ങനത്തെ ഒരു മൂഡ് കൊടുക്കാനും, പിന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വലിയൊരു ഗുണമായിട്ട് ഞാൻ നോക്കിയിട്ടുള്ള നമ്മൾ എന്താണ് വളരെ ആപ്റ്റായിരിക്കും മീറ്ററിന്. ഇപ്പം നമ്മുടെയൊക്കെ പാട്ടുകൾക്ക് കുഞ്ഞു കുഞ്ഞു മീറ്ററുകൾക്കെല്ലാം ആപ്റ്റായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയത്. ലജ്ജാവതി ഇറങ്ങിയിട്ട് ഇപ്പോൾ 20th ഇയർ 20 വർഷമാണ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴമ്പൂവോ താമര താരോ തേനോ തേനിലാവോ, മാമഴ മുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ, തൊട്ടൊരുമി നിന്നാട്ടെ ഹേ തൊട്ടാവാടി പെൺമാനെ, മാനസക്കൊട്ടാര കെട്ടിനകത്തുള്ള റോജ രാജറാണി, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഗാനങ്ങൾ വന്നൊരു സമയത്ത് ഈ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. വിമർശനങ്ങളെന്ന് വെച്ചാൽ ഈ കാസറ്റാണ് ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു എന്താണ് ഒരു പുതിയൊരു ആൾ പാടി ഇറക്കുന്നു എന്നുള്ളതും, പിന്നെ ആ സമയത്ത് അറിയാമല്ലോ ഇപ്പോൾ ഫാസ്റ്റായിട്ടുള്ള മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ക്രൗഡായിരുന്നില്ല. ഇപ്പോൾ ഇന്ന് 20 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോഴും നമുക്കൊന്നും എന്താണ് എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ചുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സംഭവം ഇപ്പോഴുണ്ടല്ലോ. ഇതിൻ്റെ ഒരു പഴയ ഒരു പതിപ്പാണ് ആക്ച്വലി ആ സമയം നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ജയരാജ് സാറിൻ്റെ ഒരു ഫുള്ളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ഒരു വ്യത്യസ്തത വേണം. അന്നത്തെ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടണം. ഒന്ന് പ്രിൻസിയൊക്കെ LKG-യിലോ UKG-യിലൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അത് തന്നെയാണ്. പിന്നെ എനിക്ക് പണ്ട് മുതലേ റിതമിക് ആയിട്ടുള്ള സോങ്സിനോട് ഇഷ്ടമാണ്, ഡാൻസ് മ്യൂസിക്കിനോട് ഇഷ്ടമാണ്. നമുക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലെങ്കിലും മനസ്സിൽ ഒരു എന്താണ് ഒരു ബീറ്റുണ്ട്, അതിന് ഭയങ്കര ഇഷ്ടമാണ്. പലരും എപ്പോഴും ഈ മെലഡിയോ അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുന്നതിനെക്കാട്ടിൽ ഡാൻസ് നമ്പേഴ്സിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് ഒരു വൈബ് എപ്പോഴും കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ ഈ കുത്തുപാട്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലല്ല, സന്തോഷം തരുന്നൊരു പാട്ടുകൾ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ഒരു ഭാഗ്യമായിട്ട് എന്തായാലും കരുതുന്നുണ്ട്. അന്ന് ഈ ഒരു മലയാളം പാട്ടുകളിൽ ഇംഗ്ലീഷ് വരികൾ കയറി വരുന്നത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യമാണെന്ന് തോന്നുന്നു അങ്ങനെ ഇംഗ്ലീഷ് വരികൾ ആദ്യം തുടങ്ങി ലജ്ജാവതി. എനിക്കൊന്നും അത് പാടാനൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ അവർ പാടുമായിരുന്നു.